പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത നടപടി കോടതിയുടെ സാധാരണ നടപടിക്രമമെന്ന് മന്ത്രി പി രാജീവ്. സമാന നടപടിക്രമം ഹൈക്കോടതിയിലും ഉണ്ടായിട്ടുണ്ട്. പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടിലാണ് സർക്കാരെന്നും സുപ്രീം കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്റർ, അംഗനവാടി ഉൾപ്പെടെയുള്ളവയ്ക്കും അവധി ബാധകമാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല. ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ വീട് തകർന്നു. വലിയ പറമ്പത്ത് ദേവിയുടെ വീടാണ് തകർന്നത്. വീടിന് മുകളിൽ മരങ്ങളും കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം കല്ലാച്ചിയിൽ ഈ വീടിന് തൊട്ടടുത്തുണ്ടായ മറ്റൊരു വീട് പൂർണ്ണമായും തകർന്നിരുന്നു. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് ഒളനാട് സ്വദേശിയുടെ മകൻ ലിയോൺ ലിബുവാണ് മരിച്ചത്. ഇന്നലെയാണ് പനിബാധിതനായ ലിയോണിനെ കൊച്ചി ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. H1N1 പോസിറ്റീവായിരുന്നു എന്ന് ആശുപത്രി സ്ഥിരീകരിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ചികിത്സിക്കുന്നതിനിടയിലായിരുന്നു പീഡനം. പെൺകുട്ടി ഇക്കാര്യം ആശുപത്രി ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് മഹേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിലാണ്. ശശി തരൂർ എംപിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. ഫേസ്ബുക്കിൽ ജീവിക്കുന്നയാളാണ് ശശി തരൂർ എന്ന മന്ത്രി. ജോയി മരിച്ച് ഇത്രയും നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാത്ത പ്രതിപക്ഷ നേതാവിന് എന്തും പറയാമെന്നും ജോയിയുടെ മരണത്തിൽ റെയിൽവേക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ വന്ന് ഈ പാവപ്പെട്ടൊരു വീടൊന്ന് സന്ദർശിച്ചെങ്കിലും പോയാൽ മതിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം. ശശി തരൂർ ഫേസ്ബുക്കിൽ കൂടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ശശി തരൂർ ഈ ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പോകും. അപ്പോൾ നമ്മൾ പ്രതീക്ഷയാകും. ശശി തരൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്ന് ഈ പാവപ്പെട്ടൊരു വീടൊന്ന് സന്ദർശിച്ചെങ്കിലും പോയാൽ മതിയാണ്. കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളയിൽ കാർ തലക്കീഴായി മറിഞ്ഞു. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിയ കാറാണ് തലക്കീഴായി മറിഞ്ഞത്. പ്രദേശത്ത് ദിശാസൂചിക ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും വിഷവാതകം ശ്വസിച്ച് 4 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ചികിത്സാ പിഴവ് ആരോപിച്ച് സ്വകാര്യ ക്ലിനിക്ക് അടിച്ചു തകർത്തു. ആംബുലൻസിന് തീയിട്ടു. പോലീസ് സംഘത്തിന് നേരെയും ആക്രമണമുണ്ടായി. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടമാണ് അക്രമം നടത്തിയത് എന്ന് പോലീസ്. വധശ്രമത്തെക്കുറിച്ച് പൊതുവേദിയിൽ വൈകാരികമായി വിവരിച്ച് ഡൊണാൾഡ് ട്രംപ്. വധശ്രമം ഇനിയും വിവരിക്കാനാകാത്ത വിധം വേദനാജനകം. ദൈവം എനിക്കൊപ്പമായിരുന്നുവെന്നും ട്രംപ് വെടിയേറ്റ് മുറിഞ്ഞ വലതു ചെവിയിൽ ബാൻഡേഡ് ഇട്ടാണ് ട്രംപ് മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക് നാഷണൽ കൺവെൻഷനിൽ പ്രസംഗിച്ചത്. ട്രംപിനെതിരെ വധശ്രമമുണ്ടായത് പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ. പത്തനംതിട്ട കോന്നിയിൽ പെരുമ്പാമ്പ് ശല്യം. കോന്നി മുത്തുപേഴുങ്കൽ ചവട്ടുപാറ ക്ഷേത്രത്തിന് സമീപം പെരുമ്പാമ്പ് കോഴിയെ വിഴുങ്ങി. ഖദീജ എന്ന യുവതിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് എത്തി പാമ്പിനെ പിടികൂടി.